ഈ തണുപ്പത്ത് ഞാൻ ഈ മഞ്ഞിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ വല്ല സ്വിറ്റ്സർലാൻഡ് എത്തിയെന്ന്, ഇല്ലെങ്കിൽ കാശ്മീരിൽ എത്തിയെന്നെങ്കിലും വിചാരിച്ചില്ലേ? പക്ഷേ ഇത് സ്വിറ്റ്സർലാൻഡും അല്ല, കാശ്മീരല്ല, ഇത് മരുഭൂമിയാണ്. ആൻഡ് ദിസ് ഈസ് രാജസ്ഥാൻ. വെൽക്കം ടു സാമ്പാർ ലേക്ക്. ജയ്പൂരിൽ നിന്ന് വെറും 80 കിലോമീറ്റർ ദൂരമുള്ള ഈ ടൗണിൽ ഒരു കായലുണ്ട്. അതും 230 സ്ക്വയർ കിലോമീറ്ററിന് മേലെ പരന്നു കിടക്കുന്ന ഒന്ന്. ഈ ഒരു ഹിസ്റ്റോറിക്കൽ ടൗൺ ചൗഹാൻ ഡൈനാസ്റ്റി കണ്ടുപിടിച്ചെങ്കിലും അതിനുശേഷം ഒരുപാട് ഭരണങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആൻഡ് അവസാനം രജ്പൂർ ഡൈനാസ്റ്റി വരെ 1870 ഈ ഏരിയ ഉപ്പ് ഖനനം ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഏൽപ്പിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാരാണെങ്കിൽ ഈ ഏരിയയിലെ എല്ലാ ഉപ്പും കളക്ട് ചെയ്ത് പ്രോസസ്സിന് കൊണ്ടുപോകാൻ ഒരു ട്രെയിൻ സിസ്റ്റവും ഈ പുഴയ്ക്ക് കുറുകെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ ട്രെയിൻ ട്രോളി മൊത്തം കൈകാര്യം ചെയ്യുന്നത് സാമ്പാർ സോൾട്ട് ലിമിറ്റഡ് എന്ന ഒരു ഗവൺമെന്റ് സബ്സിഡറി കമ്പനിയാണ്. ആൻഡ് ഇന്ന് ഏതാണ്ട് 2 ലക്ഷം ടണ്ണിന് മേലെ ഉപ്പ് ഇവർ മാത്രം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് പക്ഷേ ഈ ഒരു മായാലോകം യാത്രയ്ക്ക് മാത്രമല്ല, ഫിലിം ഷൂട്ടിനും വെഡ്ഡിംഗ് ഷൂട്ടിനും ഒരു ഇൻസ്റ്റാഗ്രാം ലൊക്കേഷനും മോസ്റ്റ്ലി മൈഗ്രേറ്റ് ചെയ്ത് എത്തുന്ന പല പക്ഷികളുടെയും പറുദീസ കൂടെയാണ്. ഈ കായലിലെ ചുമപ്പ് കളറുള്ള ആൽഗയും ഈ വരവിന് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ബട്ട് ഇതൊന്നും മാത്രമല്ല, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് സാമ്പാറിനെ പറ്റി അറിയാനായിട്ട്. ഇതിനൊക്കെ മുൻപ് സാമ്പാറിനെ പറ്റിയുള്ള കഥ പറഞ്ഞു തരാം. ശക്കംബരി മാതാ ടെമ്പിൾ, ഈ അമ്പലത്തിനും പറയാനൊരു കഥ ഉണ്ട്. സാമ്പാർ എന്ന പേര് വന്നത് ശക്കംബരി എന്ന ഇവിടുത്തെ ദൈവത്തിൽ നിന്നാണ്. 1500 വർഷങ്ങൾക്ക് മുൻപ് തനിയെ പ്രത്യക്ഷപ്പെട്ടതായാണ് ഐതിഹ്യം. ശക്കംബരി മാത ടെമ്പിൾ എന്നൊരു അമ്പലം തന്നെ ഇവിടെ ഇന്നുണ്ട്. ഒരിക്കൽ ശക്കംബരി മാത അന്നത്തെ രാജാവായിരുന്ന പൃഥ്വിരാജ് ചൗഹാന് ഒരു ബ്ലെസ്സിങ് കൊടുത്തു. എത്ര ദൂരം നീ കുതിരയിൽ സഞ്ചരിക്കുന്നോ അത്രയും സ്ഥലം സിൽവറായി മാറും. പക്ഷേ ആ ബ്ലെസ്സിങ് ആ നാടിനെ ഒരു കലഹത്തിലേക്ക് നയിക്കുമെന്ന് രാജാവിന്റെ അമ്മ കരുതി. ആ വിഷമം ദൈവത്തോട് പറഞ്ഞപ്പോൾ കിട്ടിയത്, നിന്റെ പക്കലുള്ള സിൽവർ ഒരാൾക്കും മോഷ്ടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു നിധിയാണ്, ആൻഡ് അതാണ് ഉപ്പ്. ആൻഡ് ആ ഉപ്പ് നിന്റെ നാടിന് വേണ്ട സമൃദ്ധിയും തരും, ആർക്കും മോഷ്ടിക്കാനും ആവില്ല എന്നാണ് ഐതിഹ്യം. അന്നു മുതൽ ഇന്നാട്ടിലെ എല്ലാവരുടെയും സമ്പാദ്യം ഉപ്പ് എന്ന നിധിയിലൂടെയായി. പക്ഷേ ഉപ്പ് മാത്രമല്ല സാമ്പാറിലുള്ളത്. ആൻഡ് സാമ്പാർ ലേക്ക് ഉപ്പ് മാത്രമല്ല, നല്ല സ്വീറ്റ്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇത് നമ്മുടെ കൂടെ ഈ പയ്യനാണ് നമ്മളിവിടേക്ക് കൊണ്ടുവരുന്നത്. അവൻ്റെ ബൈക്കിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്താ. അപ്പം ഞാൻ ഉറക്കം പറടാ, ലൗഡർ. ഉമേഷ്. ഇവനാണ് നമുക്ക് ഈ സ്വീറ്റ്സ് ഷോപ്പ് എല്ലാം കാണിച്ചു തന്നെ. കണ്ടോ, ഇവിടുത്തെ ഏറ്റവും ഫേമസ് സ്വീറ്റ് ഷോപ്പ് അത്. ഇതാണ് ഫീനി. ഫീനി രാജസ്ഥാനിൽ വിന്റർ സമയത്ത് മാത്രം ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ സ്വീറ്റ്. അതിന് കാരണം ഇത് ഉണ്ടാക്കേണ്ട നെയ്യ് നാച്ചുറൽ ആയിട്ട് കട്ട പിടിക്കണം എന്നുള്ളത് കൊണ്ടാണ് അത്രേ. ആൻഡ് ഇതാണ് ഫീനി, ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയ ഒരു ഐറ്റമാണ്. വർഷങ്ങളായിട്ട് ഇവിടുത്തുകാരുടെ ഒരു മെയിൻ പ്രൊഡക്റ്റ് ആണിത്. ഒരുപാട് ചെറിയ ഷോപ്പുകളുണ്ടെങ്കിലും ഇവിടുത്തുകാരുടെ ഇഷ്ടം ശർമ്മ മിഷ്ടാൻ എന്ന ഈ കടയാണ്. കറക്റ്റ് ലൊക്കേഷൻ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഇതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ തെരുവിലോടുള്ള നടത്തം നിർബന്ധമാണ്. പഴയ ഭംഗിയുള്ള വീടുകളും എന്തിനാണെന്ന് പോലും അറിയാതെ നിൽക്കുന്ന കുറെ പശുക്കളും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറെ മനുഷ്യരും. ഇതൊക്കെ അറിഞ്ഞെങ്കിൽ സാമ്പാർ ലേക്ക് എങ്ങനെ ഉണ്ടായി എന്ന് കൂടെ അറിയണ്ടേ? എടുത്തിട്ടും എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഉപ്പ് തീരാത്തത് നിങ്ങൾക്ക് അറിയോ? അതിന് പിന്നിലും ഒരു കഥ ഉണ്ട്. ഈ ഏരിയയിൽ ചുറ്റുമുള്ളതാണ് അരവല്ലി മൗണ്ടൻ റേഞ്ച്. ഈ റേഞ്ചിന് ഓൾറെഡി ഉപ്പുരസമുള്ള കോണ്ടന്റ് ആണ് ഉള്ളത്. ആൻഡ് ഈ റീജിയണിൽ നിന്ന് വരുന്ന 6 മെയിൻ പുഴ വന്നെത്തുന്നത് സാമ്പാർ ലേക്കിലേക്കാണ്. ആൻഡ് ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തുണ്ടായ സാമ്പാർ ലേക്കിനും താഴേക്ക് ഒരുപാട് ഉപ്പിന്റെ ഡെപ്പോസിറ്റ് ഉണ്ട്. മഴക്കാലമായാൽ ഈ ലേക്ക് വെള്ളത്തിൽ 4 to 5% ഉപ്പിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവും. ആൻഡ് ഈ വെള്ളമാണ് ബ്രൈൻ സൊല്യൂഷൻ എന്നറിയപ്പെടുന്നതും റിസർവോയറിലേക്ക് ഉപ്പ് ഉണ്ടാക്കാൻ എടുക്കുന്നതും. ഇവിടൊക്കെ എങ്ങനെ ഉപ്പ് ഉണ്ടായി എന്നതിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഈ ഉപ്പ് കായലിന് എങ്ങനെ ഉപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ മിസ്സാവാതിരിക്കാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വീഡിയോ ആയിരിക്കും.